സംഗീതയും ഡിവോഴ്സ് ആയോ അതോ ആകാൻ പോവുകയാണോ? ഈ ചോദ്യം വളരെയധികം പ്രസക്തമാണ്. കാരണം കന്യാകുമാരി റാലിയിൽ വെച്ച് വിജയ് നടത്തുന്ന സമയത്ത് വിജയ് എത്രയോ ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ആ ക്യാമ്പയിൻ വാഹനത്തിന് ചുറ്റുമായിട്ട് നിൽക്കുന്നുണ്ട്. വിജയ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആരാധകർ നോക്കി കൈവീശി കാണിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ആരാധകരുമായി നിൽക്കുന്നുണ്ട്. കാരണം അവരൊക്കെ വോട്ടർമാരാണ്. അതേ രീതിയിൽ തന്നെ വിജയ് എന്ന പൊളിറ്റീഷ്യൻ എല്ലാവരുമായി സംസാരിക്കുന്നു. പക്ഷേ അണ്ണനെ കണ്ട ആവേശത്തിൽ ആരാധകർ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നടുക്ക് വിജയകാന്ത്, മറ്റൊരു സൈഡിൽ വിജയ്, മറ്റൊരു സൈഡിൽ സംഗീതയും നിൽക്കുകയാണ്. ഇരുവരും 1999 വിവാഹിതരായത്. ആ ഒരു ചിത്രമാണ് ഇയാൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്രയോ ചിത്രങ്ങൾ ചുറ്റും വിജയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു. എത്രയോ കാണികൾ TVKയുടെ ബാഡ്ജുമായി കൊണ്ടു നടക്കുന്നു, ബാൻഡുമായി കൊണ്ടു നടക്കുന്നു, വിജയുടെ ഫോട്ടോയുമായി ചുറ്റും കറങ്ങി നടക്കുന്നു. പക്ഷേ ഈ ചിത്രം വിജയുടെ കണ്ണുകളിൽ പ്രത്യക്ഷപ്പെടുന്നൊരു കാഴ്ചയുണ്ടായി. അവിടെ സെക്യൂരിറ്റീസിനോട് പറഞ്ഞിട്ട് ആ ചിത്രം തൻ്റെ കൈകളിലേക്ക് എത്തിക്കണമെന്ന് വിജയ് പറഞ്ഞു. അങ്ങനെ കൈകളിലേക്ക് എത്തിച്ചതിന് ശേഷം ഒരു തംസപ്പ് കൊടുക്കുന്നു. വിജയ് ഇമോഷണൽ ആകുന്നു. ആ ഇമോഷണൽ ആയതിനു ശേഷമാണ് പിന്നീട് വിജയ് വീണ്ടും റിയാലിറ്റിയിലേക്ക് തിരികെ വരുന്ന ഒരു കാഴ്ചയും വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറി. ഈ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സംഗീതയുമൊത്തുള്ള ചിത്രം വിജയ് അത് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണമെങ്കിൽ അത് തള്ളി നീക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ അത് മൈൻഡേ ചെയ്യാതെ തൻ്റെ റാലിയുമായി മുന്നോട്ട് പോകാമായിരുന്നു. അതിനിടയിൽ ഈ ഫോട്ടോ സെക്യൂരിറ്റിയോട് ചോദിച്ച് തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അത് വാങ്ങിച്ചതിന് ശേഷം വെച്ചിരിക്കുന്ന കാര്യത്തിലാണ് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ അത് സ്പാർക്ക് ചെയ്യുന്നത്. വിജയ് സംഗീത ഡിവോഴ്സ്, ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സ്വാഭാവികമായും സംശയങ്ങൾ വരുന്നത്. കാരണം ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. വിജയ്ക്ക് ഒരു നടിയുമായി ഒരു അവിഹിത ബന്ധമുണ്ട് എന്നത് ആ ഡിവോഴ്സ് പെറ്റീഷനിൽ സംഗീത ഫയൽ ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 20 കോടതിയിലേക്ക് എത്തണം എന്നുള്ളതാണ് ആ ഡിവോഴ്സ് പെറ്റീഷനിൽ വന്നിരുന്ന ഒരു കാര്യം. പക്ഷെ അതിനുശേഷം പിന്നെ എന്താണെന്ന് സംബന്ധിച്ചറിയില്ല. ഏപ്രിൽ 20 എന്ന് പറയുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ദിവസമാണ്. അവിടെ നിന്നുകൊണ്ട് ആ ഡിവോഴ്സ് പെറ്റീഷൻ ഇപ്പോഴും നിലനിൽക്കുകയാണോ? ഇപ്പോഴും ചെങ്കൽപ്പേട്ട് കോടതിയിൽ ആ ഡിവോഴ്സ് പെറ്റീഷൻ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ അതിനിടയിൽ ഒരു സമവായ ചർച്ച നടത്തിയിട്ടുണ്ടോ? സംഗീത ഇത്രയും പൈസ വിജയിൽ നിന്നും ചോദിച്ചത് വിജയ് സമ്മതിച്ചിട്ടുണ്ടോ? അതിനിടയിൽ സംഭവിച്ച കാര്യം എന്താണ്? ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ വിജയും തൃഷയും കൂടി ഒരുമിച്ച് പോകുന്ന കാഴ്ച ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ മുതലുള്ള സ്പെക്കുലേഷൻ വിജയ് ഒരു നടിയുമായിട്ട് മറ്റൊരു ബന്ധമുണ്ടെങ്കിൽ അത് തൃഷയാണോ എന്നുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു. സംഗീത അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞിരുന്നു. കാരണം 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ വിജയ്ക്ക് ഒരു നടിയുമായിട്ട് മാത്രമേ സമൂഹ മാധ്യമങ്ങളിലും ഇന്റർനെറ്റിലും പേരുകൾ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ആ നടിയാണ് കാരണമെന്ന് സംഗീത പറയുമ്പോൾ എല്ലാ കണ്ണുകളും തൃഷയുടെ മേൽക്കാണ് പോയത്. അപ്പോൾ വിജയും തൃഷയും കൂടി ഒരുമിച്ച് പിന്നീട് ഒരു പബ്ലിക് ഫംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ സ്പാർക്ക് ചെയ്തു. അതിനിടയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ വിജയും സംഗീതയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഈ ഫ്രെയിം ചിത്രം അത് വിജയ് ഏറ്റെടുക്കുകയും വാങ്ങുകയും ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ആ ഡിവോഴ്സിൽ എന്താണ് സംഭവിച്ചത്, അത് ഡിവോഴ്സ് ആകാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്ന് സംബന്ധിച്ച് നിൽക്കുന്നത്. അതിനിടയിൽ തന്നെ ജേസൺ സഞ്ജയ് എന്ന വിജയുടെ മകൻ വിജയെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്ത കാഴ്ച, കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന കാഴ്ച, ഇതിലെല്ലാം നിന്നുകൊണ്ട് കുടുംബ ബന്ധത്തിന് വീണ്ടും വിജയ് തിരികെ പിടിക്കാനുള്ള ശ്രമമാണോ? സിനിമ വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് പോലെ തന്നെ വിട്ടുപോയ കുടുംബജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമവും കൂടെ വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായ ചോദ്യം അവിടെ നിന്നുകൊണ്ട് ഉയരുകയാണ്. എന്തായാലും കന്യാകുമാരിയിലെ ഈ റാലി പല പേരുകൾ കാരണം വ്യക്തമാണ്. ഒന്ന്, ഫ്ലവർ ബോംബ് കണ്ടിട്ട് വിജയ് ഓടിപ്പോയ ദൃശ്യങ്ങൾ ഇതേ കന്യാകുമാരി റാലിയിൽ സംഭവിച്ചതാണ്. വിജയ് സൈക്കിൾ ഓട്ടുന്നതിൽ സംഭവിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ക്യാമ്പയിൻ വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വിജയ് ഈ ഫോട്ടോ ഫ്രെയിം വാങ്ങിച്ച് ആ ആരാധകനെ നോക്കി തംസപ്പ് കൊടുക്കുന്ന ദൃശ്യവും വൈറലായി മാറുകയാണ്. ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരു ആന്റി ക്ലൈമാക്സോ ട്വിസ്റ്റോ സംഭവിക്കുന്നുണ്ടോ? കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.